ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മിർച്ചുട്ടി. അപ്പം നമ്മളിന്ന് കണ്ണൂർ ഫെസ്റ്റിന് വന്നിട്ടാണുള്ളത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് പോകാം. ഫസ്റ്റ് ഉള്ളത് എൻട്രൻസ് ഉള്ളത് നിയാഗര വാട്ടർഫോളാണ്. ഇത് ഒറിജിനലായി ഡിസൈൻ ചെയ്തൊരു വാട്ടർഫോളാണ്. അപ്പം ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർഫോളാണ്. യു എസിലെ ഒറിജിനലായിട്ടുള്ള വാട്ടർഫോളാണിത്. അപ്പം ഇത് ആർട്ടിഫിഷ്യലായി ഡിസൈൻ ചെയ്തിട്ടാണല്ലോ, പക്ഷെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ഗൈസ്. പിന്നെ 3 വാട്ടർഫോൾ ഒരുമിച്ച് ചേർന്നുണ്ടായതാണ് ഈ നിയാഗര വാട്ടർഫോൾ. പിന്നെ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കാറ്റ് എനിക്ക് ആ മെഷീൻ കൊണ്ട് ആക്കുന്നതെന്ന് അറിയില്ല, നല്ല കാറ്റുണ്ടായിരുന്നു. ഇനി എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കാണിച്ചു തരാം. ഈ ഹായ് കാണിക്കുന്നതിൻ്റെ അമ്മ, സാരി കൊടുത്തതിൻ്റെ അമ്മമ്മ, ഈ ചെറുതിൻ്റെ അനിയത്തി, സെൽഫി എടുക്കുന്നതിൻ്റെ വല്യമ്മ. പിന്നെ അച്ഛനാണ് ഗൈസ് ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അച്ഛനെ ഇതിൽ കയറ്റാൻ പറ്റിയില്ല. അപ്പം ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പം ഗൈസ്, ഇവിടെ തന്നെ എൻ്റെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്, അത് വായിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. കുറേ ഉണ്ട് ഗൈസ്, അതൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ ചോക്ലേറ്റിൻ്റെ സെക്ഷനിലാണ്. ഏതെടുത്താലും 30. അപ്പം ചോക്ലേറ്റ് ഫുൾ ചോക്ലേറ്റാണ് ഗൈസ്. ഏത് വെറൈറ്റി ടൈപ്സ് ഉണ്ട്. പിന്നെ കുറേ അച്ചാറുണ്ട് ഗൈസ്. ഈ ബക്കറ്റിൽ കാണുന്ന ഫുൾ അച്ചാറാണ്. വെറൈറ്റി ടൈപ്സ് ഓഫ് അച്ചാറുണ്ട്. മാങ്ങ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, അങ്ങനത്തെ എന്തൊക്കെയോ ടൈപ്സ് അച്ചാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആക്സസറീസ് കാണാൻ പോവാം ഗൈസ്. അപ്പം ഞാൻ കുറേ സാധനം നോക്കുമ്പോൾ അമ്മ ചോദിച്ചു ഇത് വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇതിനെക്കാട്ടിയും വലിയ സാധനം കണ്ടുപിടിച്ചിട്ടാണ് പോയത്. അത് ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി അടുത്ത ഇതെന്ന് വെച്ചാൽ സർവൈവൽ വാട്ടർഫോളാണ്. ഇത് ഒരു മാജിക് വാട്ടർഫോളാണ്. നല്ല മുകളിൽ നല്ല സ്പീഡിൽ വന്നിട്ട് താഴെ എത്തുമ്പോൾ അത് ഡിസ്പെയർ ആവും. അത് അതിൻ്റെ കാരണം ആ അടിയിൽ കുറേ ഹോൾസ് ഉണ്ട് ഗൈസ്. ഈ ഹോൾസിലൂടെ വാട്ടർ റീസൈക്കിൾ ആവുകയാണ്. അതുകൊണ്ടാണ് ഗൈസ് ഈ വെള്ളം ഇങ്ങോട്ടേക്ക് വരാത്തത്. നല്ല തണുപ്പുണ്ട് ഗൈസ് വെള്ളത്തിന്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതും ആർട്ടിഫിഷ്യൽ തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. കമോൺ. അടുത്തത് ബേർഡ്സ് പാർക്കാണ് ഗൈസ്. ബേർഡ്സ് പാർക്കിലേക്ക് പോവാം. കുറേ ബേർഡ്സ് ഉണ്ട്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്കിനി ബേർഡ്സ് പാർക്കിലേക്ക് പോയി നോക്കാം. ഇപ്പം ഗൈസ്, നമ്മൾ ബേർഡ്സ് പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫ്ലൈയിങ് ബേർഡ് പാർക്ക് എന്നാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ ബേർഡ്സ് പറന്നുകൊണ്ടിരിക്കുകയാണൊന്നും അറിയില്ല ഗൈസ്. ബേർഡ്സ് കുറേ ലവ് ബേർഡ്സ് മുകളിൽ നിന്ന് പറക്കുന്നുണ്ട്. തുറന്ന് വിട്ടിട്ടാണ് ഗൈസ് ഉള്ളത്. അപ്പം കുറേ പക്ഷി താഴെയുണ്ട്. ഒന്നും വരെ കൂട്ടിലില്ല ഗൈസ്. ഇതെന്തോ ടൈപ്പ് പക്ഷിയാണ്. ഇതൊക്കെ ലവ് ബേർഡ്സ് കൂട്ടത്തിൽ പറക്കുന്നുണ്ട് സ്പീഡിൽ. അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വെറൈറ്റി ടൈപ്സ് ഓഫ് ബേർഡ്സ് ഉണ്ട്, എന്തൊക്കെയോ ടൈപ്പ് ഉണ്ട് ഗൈസ്. പീജൺ എൻ്റെ കാലിൽ അവിടെ വന്ന് ഇരുന്നിട്ട് പറന്നുപോയി. പിന്നെ ഇവിടെ എന്തൊക്കെ ടൈപ്സ് കോഴികളുണ്ട് ഗൈസ്. കുറേ കോഴികളുണ്ട്. തത്തകൾ ഞാൻ കണ്ടില്ല, ലവ് ബേർഡ്സിനെ കണ്ടുള്ളൂ ഗൈസ്. ഓന്തുണ്ട് ഗൈസ്, ഓന്തുണ്ട്. അനക്കോണ്ടായി പെട്ടിയിലുണ്ട്, അത് കാണിക്കാൻ പറ്റിയില്ല. ഓന്ത് ഞാൻ ജസ്റ്റ് ഒന്ന് തൊടാൻ പോയി. എനിക്ക് തൊടുന്നുണ്ടായിരുന്നു, എന്നാൽ ഞാൻ തൊടാൻ നോക്കി. എനിക്ക് ഫസ്റ്റ് ചെറിയ തൊട്ടപ്പോൾ എന്തോ പോലെ തോന്നി ഗൈസ്. എനിക്ക് ചെറിയൊരു പേടി. ഞാനത് അടിക്കുന്നതാണ് തുള്ളി കളിക്കുന്നത്. പക്ഷെ എൻ്റെ തൊട്ടപ്പോൾ കുറച്ചിതായി. എൻ്റെ ഫാമിലി എല്ലാവർക്കും യൂട്യൂബിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് പറയാൻ പറ്റില്ല. അപ്പം കുറേ പക്ഷികളുണ്ട് ഗൈസ്. ഇത് കോഴിയാണ് ഗൈസ്. നാടൻ കോഴിയാണെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞത്. അപ്പം നമുക്ക് ഇനി അടുത്ത പക്ഷിനെ കാണാൻ പോവാം. അവിടെ എന്തോ ഒരു കറുത്ത പക്ഷിയുണ്ട് ഗൈസ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ. ഞാൻ ലവ് ബേർഡ്സിനെ തന്നെയാണ് ഗൈസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കറുത്ത പക്ഷി പീജനാണെന്ന് തോന്നുന്നു ഗൈസ്.
അപ്പോൾ ഗായ്സ് കൂടാണ് ഗായ്സ്, കൂട് പക്ഷിക്കൂടാണ്. പക്ഷെ അതിൽ പക്ഷിയില്ല ഗായ്സ്, അതിൽ പറന്ന് കളിക്കുകയാണ് പക്ഷികൾ. പിന്നെ ഈ ട്രീസൊക്കെ ആർട്ടിഫിഷ്യലാണ് കേട്ടോ. ബേർഡ്സ് മാത്രമാണ് ഒറിജിനൽ, ബാക്കി എല്ലാം ആർട്ടിഫിഷ്യലാണ്. പിന്നെന്താ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകണം. എന്തൊക്കെയോ ടൈപ്സ് ഉണ്ട്. ഇതൊരു മയിലിൻ്റെ ഷേപ്പിലുള്ളൊരു ബേർഡാണ്, പക്ഷെ മയിലല്ല ഗൈസ്. കുറേ ലവ് ബേർഡ്സ് മരത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്, അതിനൊക്കെ പറത്തിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഗൈസ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഗൈസ് നമ്മൾ അടുത്ത സെക്ഷനിൽ വന്നിട്ടുണ്ട്. ഈ സെക്ഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇത് കുറച്ച് ഗാർഡൻ തീമിൽ വരുന്നൊരു സെക്ഷനാണ്. കുറേ പൂവുണ്ട്, അതും ആർട്ടിഫിഷ്യൽ തന്നെയാണ് ഗൈസ്. തെർമോക്കോൾ ഉണ്ടാക്കിയതാണ്. ആ ട്രീയും ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ബാക്ക് കാണുന്നുണ്ട് ഒരു ബട്ടർഫ്ലൈ. നമ്മൾ ഊഞ്ഞാൽ ആടുന്നതിനനുസരിച്ച് ഈ ബട്ടർഫ്ലൈ മൂവ് ആവും ഗൈസ്. നല്ല ഭംഗിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ അമ്മയും അനിയത്തിയാണ് ആയിരിക്കുന്നത്, ഞാനും കയറി അവിടെ ഇരുന്നു. നല്ല ഭംഗിയുണ്ട് ഗൈസ്. അത് രാത്രി ആയാൽ മാത്രം, ഇരുണ്ട് വന്നാൽ മാത്രമേ ലൈറ്റ് ഓൺ ആക്കുമെന്ന് പറഞ്ഞു. ബേർഡ്സ് അത് പൂമ്പാറ്റേൻ്റെ മുകളിൽ ഫുള്ള് ഫെയറി ലൈറ്റ്സ് ഉണ്ട്, അത് ഓണാക്കില്ല. അമ്മമ്മ ജസ്റ്റ് ഒന്ന് കയറണമെന്ന് വിചാരിച്ചാൽ കയറിയതാണ്. എൻ്റെ അനിയത്തി ആട്ടി ഇറങ്ങാൻ സമ്മതിക്കാത്ത പോലെ ആക്കി. ഇറക്കെന്ന് പറഞ്ഞിട്ട് ഇറക്കാതെ ഞാൻ കുറേ പിക്കൊക്കെ എടുത്തു ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഫർണിച്ചറാണ് ഗൈസ്, ഫർണിച്ചറാണ്, ഫുൾ ഫർണിച്ചർ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും അവരൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. പക്ഷെ അത് കണ്ടപ്പോൾ എൻ്റെ കിളി പോയി ഗൈസ്. ഞാൻ എല്ലാത്തിലും കയറിയിരുന്നു, ചാരി കസാരിയും അതൊക്കെ ഇരിക്കാൻ പറ്റില്ല കുറേ സമയം. പിന്നെ ഡബിൾ ഡക്കർ ബെഡ് കണ്ടു ഗൈസ്. അതിൻ്റെ മുകളിൽ കയറി ഇരിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ കാല് ഫുള്ള് മണ്ണാണ്, കാല് ഫുള്ള് ചളി ആയതുകൊണ്ട് അതിന് മുകളിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞു. നല്ല ഇങ്ങനെ മെട്രസ്സാണെന്ന് തോന്നുന്നു ഗൈസ്. നല്ല സോഫ്റ്റ് ആയിരുന്നു ബെഡ്. അപ്പം നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഫുള്ള് ഫർണിച്ചറിൽ അഡാപ്റ്റ് ചെയ്ത് കുറേ സമയം അവിടെ ചിലവാക്കി. അവരെക്കാട്ടിയ സമയം ഞാനിപ്പോൾ ചിലവാക്കി അവിടെ. പിന്നെ ഇപ്പം ഞാൻ വായനേൻ്റെ ബുക്കിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ കുറേ വെറൈറ്റി ടൈപ്സ് ഇംഗ്ലീഷിലും തമിഴിലും. എനിക്ക് ബുക്ക്സ് ഇഷ്ടമാണ്, പക്ഷെ അത് വായിക്കാനുള്ള ക്ഷമ എനിക്കില്ല ഗൈസ്. വെറൈറ്റി ടൈപ്സ് ഉണ്ട്. ഇംഗ്ലീഷിലുണ്ട്, തമിഴിലുണ്ട്, തെലുങ്കുവിലുണ്ട്, മലയാളത്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്, എല്ലാ ഭാഷയിലും ഉണ്ട് ഗൈസ്. പിന്നെ കിഡ്സിനുണ്ട്. പിന്നെ സ്നാക്സിൻ്റെ സെക്ഷനിലേക്കാണ് ഗൈസ്. ഇതെല്ലാം ഓരോരോ സെക്ഷനാണ്. ഞാൻ പോയപ്പോൾ തന്നെ എനിക്ക് വച്ച് കഴിക്കാൻ തന്നു. അത് ഞാൻ കുറേ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വാങ്ങിച്ചു, കുറേ സ്നാക്സൊക്കെ വാങ്ങിച്ചു. വെറൈറ്റി ഏതോ സ്ഥലത്തിലുള്ള ഓരോരോ ടൈപ്പിലുള്ള കടല വറുത്തതും പിന്നെ കൈപ്പക്കയൊക്കെ ഉണ്ടായിരുന്നു. കൈപ്പക്ക പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു, വറുത്തതാണെന്ന് തോന്നുന്നു. പക്ഷെ അത് കൈപ്പക്കയാണ് ടേസ്റ്റ് ഇല്ല ഗൈസ്. എന്തോ വേറെ നല്ല കറുമുറയാണ്, എല്ലാം കറുമുറയാണ് ഗൈസ്. മുറുക്കും കടലയും എല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് പപ്പടങ്ങളാണ് ഗൈസ്. പപ്പടം കുറേ ടൈപ്പ് പപ്പടമുണ്ട്, കളർഫുള്ള പപ്പടമുണ്ട്. ഓരോ ടൈപ്പിലാണ് ആദ്യമായിട്ടാണ് ഗൈസ് ഇത്രയും വെറൈറ്റി ടൈപ്പിൽ പപ്പടം കാണുന്നത്. അപ്പോൾ പിന്നെ അടുത്തത് സ്റ്റേഷനറിയാണ് ഗൈസ്. വീണ്ടും സ്റ്റേഷനറീൻ്റെ സൈഡിലേക്ക് വന്നു. എനിക്ക് സ്റ്റേഷനറിയോട് ഭയങ്കര താല്പര്യമാണ് ഗൈസ്. പക്ഷെ ഇതൊന്നും ഞാൻ വാങ്ങിക്കാത്ത ഒരു സംഭവം ഞാൻ ആദ്യം ആലോചിച്ച് വെച്ചിരുന്നു ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, ഞാൻ നേരത്തെ പറഞ്ഞ അവസാനം കാണിച്ചു തരാം. ഞാൻ കളർഫുള്ളിലാണ് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ ഞെക്കുമ്പോൾ ഇങ്ങനെ ആടി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനിയത്തി അതിനെക്കാട്ടിയും വലിങ്ങനെ എടുത്ത് നടന്നു, കുറേ സമയമായിട്ട് നടന്നു. എനിക്ക് വേണമെന്ന് ഞാൻ വാശി പിടിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഞെക്കുമ്പോൾ പിന്നെ അതിട്ട് ഒരേ നടത്തായിരുന്നു. ആൾക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ഇത് വേണമെന്ന് വാശി പിടിക്കുകയാണ് ഗൈസ്. ഞാനിപ്പം ഒരു വാങ്ങിച്ചു തരാൻ കാര്യം വാശി പിടിച്ചപ്പോൾ വാങ്ങിച്ചു തന്നു. അപ്പോൾ ഞാൻ എടുത്ത കളർ അവസാനം കാണിച്ചു തരാം. ഇപ്പം ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചിന് ബ്രൗൺ എടുക്കാമെന്ന് വിചാരിച്ചു.
പിന്നെ ബ്രൗൺ എടുത്തു, ആദ്യം പർപ്പിൾ എടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ ബ്രൗണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം അത് പെട്ടെന്ന് മണ്ണ് പിടിക്കാത്തതുകൊണ്ട് ബ്രൗണിലേക്ക് പോയി. പിന്നെ ഞാൻ ബ്രൗൺ എടുത്തു. കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ കുറേ വെറൈറ്റി കണ്ടു. പക്ഷെ അങ്ങോട്ട് കുറേ വെറൈറ്റി ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ നോക്കി കുറേ. പിന്നെ ബ്രൗൺ എടുത്തു. പിന്നെ ഡാർക്ക് ബ്ലൂ എടുക്കാൻ നോക്കി. ബ്രൗൺ എടുത്തു നോക്കി. പിന്നെ ഡാർക്ക് ബ്ലൂ എടുത്തു. ആകെ കൺഫ്യൂഷനായി ഗൈസ്. ബ്രൗൺ എടുത്തപ്പോൾ വേറെ ഒന്ന് കണ്ടു. അപ്പോൾ വേറെ ഒന്ന് കണ്ടപ്പോൾ അതെടുത്തപ്പോൾ അതിനെക്കാട്ടി നല്ലത് വേറെ കണ്ടു. അതിങ്ങനെ മാറി മാറി ഇതൊക്കെ ഗായ്സ് അങ്ങനെ കുറേ തിരഞ്ഞ് ഞാൻ അവസാനം ഇതാണ് ഗായ്സ് എടുത്തത്. എല്ലാ കളറും ഉള്ളതെടുത്തു. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ, എല്ലാ കളറോടും മാച്ച് ആവുമല്ലോ. പിന്നെ അവസാനം ഞാൻ ഇങ്ങനെ നടന്ന് കിള്ളി പോഴ മാതിരിയാണ് ഞാൻ നടക്കുന്നത്. ഇതിട്ടിട്ട് ഞെക്കി 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 ഇങ്ങനെ നേരത്തെ വീട്ടിലെത്തുന്ന ഒരു കാറിന്നും വീട്ടിൽ നിന്നും റോഡിൽ നിന്നും എല്ലാം ഞാൻ ഞെക്കലായിരുന്നു. അപ്പോൾ നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇതാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് കരിമ്പ് ജ്യൂസ്. പിന്നെ ഞാൻ ശരിക്കും പറ്റിക്കപ്പെട്ടു. ഇത് 4 മണിക്ക് മാത്രമേ ഓപ്പൺ ആകൂ. അപ്പോൾ ഗായ്സ് നമ്മൾ ശരിക്കും പറ്റിക്കപ്പെട്ടു. കാരണം 4 മണിക്ക് മാത്രമേ റൈഡ്സ് ഓപ്പൺ ആവുള്ളൂ. കാരണം മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ ശരിക്കും ഇതിനായിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഗോസ്റ്റിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഈ മുമ്പിൽ കാണുന്ന ഗോസ്റ്റ് ഹൗസ് 3D ഇലൂഷനാണെന്ന് തോന്നുന്നു. വരാൻ പോകുന്നത് പറയാം 4 മണി കഴിഞ്ഞിട്ട് വന്നാൽ മതി, എന്നാലേ എനിക്ക് റൈഡ്സിലൊക്കെ കയറാൻ കഴിയുള്ളൂ. പിന്നെ നമ്മളങ്ങനെ സങ്കടത്തോടെ പുറത്തിറങ്ങി ഗൈസ്. പുറത്തിറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ബായ് അറിഞ്ഞു. പിന്നെ സങ്കടത്തോടെ ഇതാണ് ഗൈസ് ഹൈലൈറ്റ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി നടക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പോൾ നമ്മൾ ഹോട്ടൽ സോപാനം എന്ന ഹോട്ടലാണ് വന്നത്. സോപാനം എന്ന ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് ലേറ്റായി ഗൈസ് ഫുഡ് വരാൻ. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഒരു കുഞ്ഞു ഹോട്ടലാണെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഭക്ഷണം, കുഴപ്പമില്ല. എൻ്റെ അനിയത്തിൻ്റെ മൂഡ് പോയി ഗൈസ്, കുറച്ച് ലേറ്റായി അതുകൊണ്ട്. അപ്പം നമ്മൾ ഫുഡ് വന്നു. ബിരിയാണിയാണ് ഞാനും പിന്നെ എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എൻ്റെ അച്ഛനും അമ്മയും വല്യമ്മയും അമ്മമ്മയും നാടൻ ചോറും കറികളുമാണ് ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ അടുത്തത് പോയത് കണ്ണൂർ മാർക്കറ്റ് ഉണ്ട് ഗൈസ്, മീൻ മാർക്കറ്റ് എന്ന സ്ഥലത്ത്. അവിടെ നല്ല കടലുണ്ടായിരുന്നു. കടലിനടക്കം വെച്ച് നല്ല വൈബ് കണ്ടപ്പോൾ അവിടെ നമ്മൾ കയറി. പിന്നെ ഗായ്സ് ഒരു ലോഡ് ഞണ്ടുണ്ട് ഗായ്സായി. നിങ്ങൾ കാണുന്ന ഈ ഹോട്ടലൊക്കെ നിറച്ച് ഞണ്ടുകളാണ്. കടൽ തീരത്ത് ഇങ്ങനെ വന്നിങ്ങനെ വട്ടൊക്കെ വരുമ്പോൾ നമ്മൾ തെളിച്ചു ഓടിപ്പിച്ചതാണ് ഗൈസ്. അപ്പം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇറ്റ്സ് മീ റിച്ചോട്ടി. അടുത്ത വീഡിയോ കാരണം ബൈ.